നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ശുഭാപ്തി വിശ്വാസമാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കലണ്ടറിലെ അക്കങ്ങൾ മാറിയതുകൊണ്ട് മാത്രം വ്യക്തികളിലോ സമൂഹത്തിലോ മാറ്റമുണ്ടാകില്ല. മാറ്റമുണ്ടാകണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രയത്നം കൂടി ആവശ്യമാണ്. എന്നാലേ നമ്മുടെ പ്രതീക്ഷകൾ സഫലമാകൂ. കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയോ അലസന്മാരായിരിക്കുകയോ അല്ല വേണ്ടത്. കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുവാൻ കഴിയണം. നാം വിചാരിച്ചാൽ പരാജയങ്ങളെയും വീഴ്ചകളെയും വിജയത്തിൻ്റെ പടികളാക്കി മാറ്റുവാൻ കഴിയും. പുതുവർഷ പിറവി എന്നത് ഉള്ളിലേക്ക് നോക്കുവാനുള്ള ഒരവസരമാണ്. കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തി നമുക്ക് എത്ര പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞുവെന്ന് പരിശോധിക്കണം. ഓരോ വർഷം തുടങ്ങുമ്പോഴും പുതിയൊരു ജീവിതം ആരംഭിക്കാനുള്ള പ്രതിജ്ഞയെടുത്ത് അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ കഠിനമായി ശ്രമിക്കുന്ന അനേകം പേരുണ്ട്. ദൈവം നമുക്കൊരു മുഖം നൽകിയിട്ടുണ്ട്. അവിടെ സ്നേഹത്തിൻ്റെ ഭാവം വരുത്തണോ ദേഷ്യത്തിൻ്റെ ഭാവം വരുത്തണമോ എന്നത് നമ്മുടെ തീരുമാനമാണ്. നമ്മുടെ ഉള്ളിൽ ശാന്തിയും സ്നേഹവും ഉണ്ടെങ്കിൽ മറ്റുള്ളവരിലും അത് പടരും. എല്ലാവർക്കും നന്മയുടെ പുതുവർഷം ആശംസിക്കുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത് കാല സർവം. മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത് കാലഃ സർവം. മായാമയമിദമഖിലം ഹിത്വാ മായാമയമിദമഖിലം ഹിത്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ. ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ധനം, ജനം, യൗവനം എന്നിവയാലുള്ള ഗർവത്തെ നീ ഒരിക്കലും ചെയ്യരുതേ. ഇതെല്ലാത്തിനെയും കാലൻ ഒരു നിമിഷ നേരത്താൽ ഹനിക്കുന്നു. മായാമയമായ ഇതെല്ലാത്തിനെയും ഉപേക്ഷിച്ച് നീ ബ്രഹ്മപദത്തെ അറിഞ്ഞ് പ്രവേശിച്ചാലും എന്നുപദേശിക്കുന്ന ഭജഗോവിന്ദത്തിലെ ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. മോഹമുദ്ഗരം, ഭജഗോവിന്ദം എന്നെല്ലാം പേരുള്ള കൃതിയിൽ ആദ്യ ഭാഗം ദ്വാദശ മഞ്ജരിക, അതിൽ 4-ാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്.
ഏഷണാബദ്ധനായ മനുഷ്യനെ സംബന്ധിച്ച് ആ ഏഷണകൾക്കുപരി അവൻ്റെ വിചാരം ഉയർത്തുന്നതിന് വേണ്ടി ആചാര്യൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിൻ്റെ പത്നി ആരാണ്? നിൻ്റെ പുത്രൻ ആരാണ്? നീ ആരുടേതാണ്? അടുത്ത ചോദ്യം, കുത്ത ആയാതഹ, നീ എവിടുന്ന് വന്നവനാണ്? എവിടുന്നാണ് നീ വന്നത്? ഞാൻ അമ്മയിൽ നിന്ന് വന്നു അഥവാ അച്ഛനിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ അത് കേവലം മാംസപിണ്ഡമാണ്. അത് കേവലം അന്നമയ കോശമാണ്, സ്ഥൂല ശരീരമാണ്. നമുക്ക് അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് ലഭിക്കുന്നത് സ്ഥൂല ശരീരമാണ്. അത് എൻ്റേതാണ്, ഞാനല്ല, എൻ്റെ ശരീരം. അപ്പം നീ എവിടുന്ന് വന്നു? ഞാൻ അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ സ്ഥൂല ശരീരമാണോ നീ? കൊച്ചുകുട്ടി പോലും എൻ്റെ എന്നാണ് സ്ഥൂല ശരീരത്തെ വിളിക്കുന്നത്, ഞാനെന്നല്ല. എൻ്റെ ദേഹം, എൻ്റെ കണ്ണ്, എൻ്റെ ചെവി, എൻ്റെ മൂക്ക് എന്നിത്യാദിയാണ്. എന്നിരിക്കെ നീ എവിടുന്ന് വന്നു? കേവലമായ ആത്മചൈതന്യത്തിൻ്റെ സൂക്ഷ്മ ശരീരസ്ഥമായ പ്രതിബിംബമാണ് ജീവഭാവം എന്നൊന്നും ഇവിടെ പറയുന്നില്ല. അതെല്ലാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം. എന്നാൽ താൻ ആര് എന്ന ചിന്ത, ഈ ഞാൻ എന്ന ഭാനം എവിടുന്ന് വന്നു എന്ന അന്വേഷണം, എവിടുന്നാണ് ഈ ഞാൻ എന്നത് വന്നത്? കാര്യമുണ്ടെങ്കിൽ കാരണം ഉണ്ടാവണമല്ലോ. അപ്പോൾ ഏതൊരു കാരണത്തിൽ നിന്നാണ് ഈ ഞാൻ വന്നത്? നീ സൂക്ഷ്മമായി ചിന്തിക്കും. ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് ഈ 4-ാം ശ്ലോകത്തിൽ ഒരു ഉപദേശവും നൽകുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ വ്യാഖ്യാന സന്ദർഭത്തിൽ നമ്മളും പറയേണ്ട ആവശ്യമില്ല. മറിച്ച് വിചാരത്തെ ജനിപ്പിക്കുന്ന ചില പ്രസക്തങ്ങളായ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ മറ്റൊരാളോട് ചോദിക്കേണ്ടതല്ല, സ്വയം ചോദിച്ചുത്തരം കണ്ടെത്തേണ്ടതാണ്. ഏതായാലും ഈ ചോദ്യങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും, സംസാരോയം അതീവ വിചിത്ര. ഈ സംസാരം അതീവ വിചിത്രമാണ്, അതീവ വിചിത്രമാണ്. ഈ നിമിഷം വരെ അനുകൂലമെന്ന് തോന്നിയത് പെട്ടെന്ന് പ്രതികൂലമെന്ന ഭാവത്തിന് വിധേയമാകും. അങ്ങനെ പ്രതികൂലം എന്ന് വന്നു കഴിഞ്ഞാലോ അല്പം മുമ്പ് വരെ എന്തിനു വേണ്ടി നാം പ്രവർത്തിച്ചുവോ ഇപ്പോൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കും. ഇത് ലോകത്തിൽ വിവിധ മേഖലകളിൽ നമുക്ക് കാണാം. വ്യക്തിബന്ധങ്ങളിൽ, സാമാജിക ബന്ധങ്ങളിലൊക്കെ, മതത്തിൻ്റെ വിഷയത്തിൽ, രാഷ്ട്രീയത്തിൻ്റെ വിഷയത്തിൽ, കുടുംബങ്ങളുടെ വിഷയത്തിലൊക്കെ ഇത് കാണാം. കേവലം താതാത്മ്യപ്പെടലുകളാണ്, താതാത്മ്യപ്പെടലുകൾ. എൻ്റെ എന്നുള്ളതായ ഏഷണകളാൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ള സംസാരം അതീവ വിചിത്രമാണ്. എൻ്റെ പത്നിയെന്നോ എൻ്റെ പതിയെന്നോ എൻ്റെ അച്ഛനെന്നോ അമ്മയെന്നോ കുഞ്ഞെന്നോ ഒക്കെ പറയണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സ്ഥാനം, പദവി, പണം, പലതാവാം, ഇതെല്ലാം പറയണമെങ്കിൽ ഈ ശരീരത്തിലുള്ള എൻ്റെയാണ് ആദ്യം വരുന്നത്. ഈ ശരീരത്തിൽ പൂർണ്ണമായ എൻ്റെ എന്ന് പറയാൻ നമുക്ക് അധികാരമുണ്ടോ? ചിന്തിക്കുക. ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ഈ ദേഹം പ്രവർത്തിക്കണം. സദാസുഖം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആർക്കാ സദാസുഖം കിട്ടുന്നത്? ദുഃഖമുണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആർക്കാ ദുഃഖം വരാത്തത്? ആഗ്രഹിക്കുന്നത് വരുന്നില്ല, ആഗ്രഹിക്കാത്തത് വരുന്നു. നമ്മുടെ നിയന്ത്രണത്തിലല്ലിത്. ഇത്ര മണിക്കൂർ ഉറങ്ങണം, ഇത്ര വെള്ളം കുടിക്കണം, ഇത്ര ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പ്രകൃതിയിലൊരു നിയമമുണ്ട്. ആ നിയമത്തെ പരിപാലിച്ചുകൊണ്ട് നമുക്ക് കൊണ്ടു നടക്കാൻ മാത്രമേ സാധിക്കൂ. ഇതിനെ ഒരു ട്രസ്റ്റിനെ നടത്തുന്നത് പോലെ. അതിൽ കവിഞ്ഞ് എൻ്റെ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? മരണത്തെ ഒരു നിമിഷം തടുക്കാൻ ആർക്ക് കഴിയും? ചിന്തിക്കുക. എങ്കിലും നമ്മൾ പറയും എൻ്റെ ഞാൻ, എൻ്റെ ഞാൻ എന്നിങ്ങനെ. അതിൽ നിന്ന് മറ്റെല്ലാ ബന്ധങ്ങളും ബന്ധനങ്ങളും വരികയായി. ശത്രുവും മിത്രവും, മാനവും അപമാനവും എല്ലാം, സുഖം ദുഃഖം എന്നീ ആപേക്ഷികങ്ങളായ ഭാനങ്ങൾ, ആപേക്ഷികങ്ങളാണവ. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് പറയുന്നത്, അയം സംസാരഃ അതീവ വിചിത്ര. ഈ സംസാരം അതീവ വിചിത്രമാണ്. അതുകൊണ്ട് ഹേ സഹോദര, ഭ്രാതഃ ബ്രദർ, സഹോദര, ഈ തത്വത്തെ നീ ചിന്തിച്ചാലും സൂക്ഷ്മമായി നീ വിചാരം ചെയ്യൂ. ഈ പറഞ്ഞതൊക്കെ ഇങ്ങനെ സ്വയം ചോദ്യങ്ങളെ ചോദിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ചോദ്യങ്ങൾക്ക് ശേഷം വീണ്ടും സൂക്ഷ്മമായി വിചാരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. നോക്കൂ, മാ കുരു ധനജനയൗവനഗർവം ഹരതി നിമേഷാത് കാലഃ സർവം മായാമയമിദമഖിലം ഹിത്വാ
ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ. മാ കുരു ധനജനയൗവനഗർവം ഹരതി നിമേഷാത് കാലഃ സർവം. മായാമയമിദമഖിലം ഹിത്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ. മാ കുരു, നീ ചെയ്യരുതേ. എന്ത് ചെയ്യരുത്? ധനജന യൗവനഗർവം. ധനം, ജനം, യൗവനം തുടങ്ങിയവ കാരണമായിട്ടുള്ള ഗർവത്തെ നീ ചെയ്യരുതേ. ഇവിടെ ധനം, ജനം, യൗവനം എന്നുള്ളത് പോലെ മറ്റു പലതും ആവാം. പഠിപ്പ്, കുലം, രൂപസൗന്ദര്യം, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ബാഹുല്യം, ഇങ്ങനെ പലതും ആവാം. എന്തിൻ്റെ പേരിലായാലും ശരി, നിനക്ക് ഗർവമുണ്ടാവരുതേ, ദുരഭിമാനമുണ്ടാവരുതേ, ദുരഹങ്കാരമുണ്ടാവരുതേ. അതിലർത്ഥമില്ല. എന്തുകൊണ്ട്? ഹരതി നിമേഷാത് കാലഃ സർവം. ഇതെല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് കാലൻ കൊണ്ടുപോകും. ഒരു നിമിഷ നേരം കൊണ്ട് കാലൻ കൊണ്ടുപോകും. നമുക്കാർക്കും അറിയില്ല എപ്പോഴാണ് മരണം വന്നടുക്കുന്നതെന്ന്. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷം മരിക്കാം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം മരിക്കാം, അഥവാ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാവാം മരണം വരുന്നത്. പക്ഷെ വരുമെന്നുള്ളത് സുനിശ്ചിതമാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് ഓർമ്മിക്കണം. ഒരു നിമിഷ നേരം കൊണ്ട് നീ എന്തിൻ്റെയെല്ലാം പേരിൽ ഗർവിച്ചോ അതെല്ലാം ഇല്ലാതാകും. അതുകൊണ്ട് സഹോദര, അതിൽ അർത്ഥമില്ല. പിന്നെ എന്ത് വേണം? മായാമയമിദമഖിലം ഹിത്വാ. മായാമയമായ ഇതിനെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മപദം ത്വം പ്രവിശ, ബ്രഹ്മപദത്തിലേക്ക് പ്രവേശിച്ചാലും. എങ്ങനെ? വിദിത്വാ, അറിഞ്ഞിട്ട്. വളരെ സൂക്ഷ്മമായി ചിന്തിക്കേണ്ടുന്ന ഒരു ശ്ലോകമാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാം. എല്ലാത്തിനെയും സൂക്ഷ്മമായി ദർശിക്കുന്ന ദർശനത്വം സ്വന്തമായി ഉണ്ടെങ്കിൽ എല്ലാത്തരം തിരിച്ചടികളും നേരിടാൻ കഴിയുമെന്ന് ഭാഗവത കഥയിലൂടെ വ്യക്തമാക്കുകയാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ദുർവാസാവ് മഹർഷി അംബരീഷൻ്റെ പാരണ വീട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ, അംബരീഷൻ ദ്വാദശി നാളിൽ പാരണ വീട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ വന്ന് ക്രുദ്ധനായി നിൽക്കുക, തനിക്ക് ഭക്ഷണം തരാതെ സ്വയം ആഹരിച്ചു എന്നുള്ളതുണ്ട്. അതിന് എന്താ ചെയ്തത്? ഏവം മൃപാണ ഉൽകൃത്യ ജഡാം രോഷവിദീവിതഃ തയാസ നിർമ്മമേ തസ്മൈ കൃത്യാം കാലാനലോപമാം. പറയാണ്, ഇപ്രകാരം പറയുന്നവനായിട്ട് കോപാഗ്നിയാൽ ഉജ്ജ്വലിച്ചുകൊണ്ട് തൻ്റെ ജഡയെ അഴിച്ച് നിലത്തടിച്ചു. ജഡ താപസന്മാർക്കൊക്കെ ഉള്ളതാണ് ജഡകൾ വളർത്തിയിരിക്കും. ആ താപസശ്രേഷ്ഠനായ ദുർവാസാവ് തൻ്റെ ജലയെ നിലത്തടിച്ചിട്ട് പ്രളയാഗ്നിയെപ്പോലെ അതിക്രമിക്കാൻ കഴിയാത്ത വിധം ശക്തിയോടുകൂടിയ കൃത്തിയെ അംബരീഷനെ ഹനിപ്പാൻ ജനിപ്പിച്ചു. ജഡയെ നിലത്തടിച്ചിട്ട് ജഡയിൽ നിന്ന് കൃത്തിയെ സൃഷ്ടിച്ചു. ആരാണ്? ദുർവാസാവ് മഹർഷി. ക്രോധം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു എന്നുള്ള ഓർമ്മ പശക് മൂലം മറ്റുള്ളവരെ സംഹരിക്കാനുള്ള വസ്തുക്കളെപ്പോലും സൃഷ്ടിക്കാൻ അതിന് കഴിയുമെന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ക്രോധം വളരെ ശ്രദ്ധിക്കണം. വരാണ്ടിരിക്കാനും അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ അവിടുന്ന് ഓടി ഒളിക്കാനും നമ്മൾ പലവിധം ശ്രമിക്കുകയാണ് നല്ലത്. ക്രോധത്തിൽ പെട്ടുപോയാൽ എന്താണ്? ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. എന്താ? ക്രോധാത് ഭവതി സമ്മോഹ. ക്രോധത്തിൽ നിന്നാണ് സകല തെറ്റിദ്ധാരണകളും ഉണ്ടാകുന്നത്. അങ്ങനെ എന്താ? സ്മൃതിപ്രംശോ വിനശ്യതി. സ്മൃതികളെല്ലാം നശിച്ചു പോകും. സമ്പൂർണ്ണമായിട്ടും അയാൾ എന്തായിരിക്കും? നശിച്ചു പോകും. അതുകൊണ്ട് എന്ത് വേണം? ഈ ജീവിതത്തിൽ ക്രോധം വരരുതേ എന്ന് വിചാരം ചെയ്ത് ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. ഇവിടെ കൃത്യയെ സൃഷ്ടിച്ചത് ദുർവാസാവ് ആരെ നിഗ്രഹിപ്പാനാണ്? ഭക്തനായ
ഭഗവത് അനുഗ്രഹത്തിന് എപ്പോഴും പാത്രീഭൂതനായിക്കൊണ്ടിരിക്കുന്ന അംബരീഷനെ നിഗ്രഹിക്കാനാണ്. അതുകൊണ്ട് അടുത്തതിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. താം ആപദന്തീം ജ്വലതീം അസികസ്താം പദാഭുവം വേപയന്തീം സമുദീക്ഷ്യ നചാല പദാ നൃപാഹ. അസിഹസ്തം, ഹസ്തത്തിലെ കയ്യിലെ അസിയുള്ളവൾ, വാളോട് കൂടിയവളാണ്. അതാണ് അസിഹസ്തം എന്ന് പറഞ്ഞത്. കയ്യിൽ വാളോട് കൂടിയവളും പിന്നെന്താണ് പദാം ഭുവിയും വേപയന്തി, കാൽ കൊണ്ട് ഭൂമിയെ വേപയന്തിയെ വിറപ്പിക്കുന്നവളുമായ ജ്വലതിയും ജ്വലിക്കുന്നതും ചെയ്യുന്ന ആപദന്തിയും താം, നേരിട്ട് വരുന്നതായിരിക്കുന്ന അകൃത്യയെ എന്ത് ചെയ്തു? ഉദ്വീക്ഷ്യ, നന്നായിട്ട് വീക്ഷിച്ചിട്ട് കണ്ടിട്ട് എന്ത് ചെയ്തു? സാനൃപഹ, രാജാവ് പദാത്, കാലടിയിൽ നിന്ന് ചചാല, ചലിച്ചില്ല. ഈശ്വരഭക്തന്മാരൊരിക്കലും ഏത് സാഹചര്യത്തിലും അവരുടെ മനസ്സ് പതറില്ല. അവരുടെ മനസ്സ് അങ്ങനെ ദൃഢനിശ്ചയ ഭൂമികയായിട്ട് അവിടെ നിൽക്കുമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ശ്ലോകം. ഒരു പതർച്ചയുണ്ടായില്ല അവിടെ. എന്താ കാരണം? ഈശ്വരഭക്തനായിരിക്കുന്ന അംബരീഷന് ദുർവാസാവ് വന്നിട്ട് കൃത്യയെ സൃഷ്ടിച്ച് നിഗ്രഹിച്ച് കളയുമെന്ന് വിചാരിച്ചിട്ടും ചലിക്കാതെ അവിടെ നിന്നു. നോക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നിത്യജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധികൾ വരും. നമ്മൾ നനയ്ക്കാതെയാണ് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരിക. ഇപ്പം നടന്നു പോകുന്ന ആൾ കുഴഞ്ഞു വീഴുന്നു, ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അവിടെ കിടന്നു മരിക്കുന്നു. ഇങ്ങനെ എത്രയെത്രയോ മരണങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. എത്രയെത്ര രോഗങ്ങൾ നനയ്ക്കാതെ നമുക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ചിലപ്പം നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് സൃഷ്ടിക്കുന്നതാണ്. നാം നമ്മെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നതുകൊണ്ടാണ് ഇത് പലതും നമ്മളെ തേടിയെത്തുന്നത്. ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ആപത്തുകൾ സ്വയം വന്നു ചേരുന്നത്. ഈ ആപത്തുകൾ വന്നു ചേരുമ്പം അവിടെയെല്ലാം നമ്മുടെ മനസ്സ് ഇളകിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ നാം ഓരോരുത്തരും ചിലപ്പം നിലവിളിച്ചു പോകുന്നു. കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് കൃത്യതയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഈശ്വരഭക്തിയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഈശ്വര അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന, പെട്ടെന്ന് വരുന്ന ദുരിതങ്ങളെ, ദുഃഖങ്ങളെ അതിജീവിക്കാനുള്ള സംയമനം മനസ്സിന് നമുക്കുണ്ടാവും. മനസ്സിന് സംയമനം ഇല്ലാതെ വരുമ്പോഴാണ് നിയന്ത്രണം വിട്ട് ജീവിതം എങ്ങോട്ടൊന്നില്ലാതെ പോകുന്നത്. ജീവിതത്തെ നിയന്ത്രിക്കാൻ ഉള്ള ഒരു കപ്പലിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിൽ എന്താണ്? പായ് ഘടിപ്പിച്ചിരിക്കും. എന്തിനാണ്? കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പങ്കായം കൊണ്ട് അതിനെ നിയന്ത്രിച്ച് ചലിപ്പിക്കാൻ അതിലെ ഈ നൗകയെ നയിക്കുന്ന നാവികന് സാധിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ ജീവിത അനുഭവങ്ങളാകുന്ന പങ്കായമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നൗകയെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഓരോ അനുഭവങ്ങളും ഓരോ സംസ്കാരമാക്കി മാറ്റണം. ആ അനുഭവത്തിൽ വീണ്ടും വീണ്ടും പോയി ഓരോ കാര്യങ്ങൾ ആർജിക്കാതെ അനുഭവത്തിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചാലാണ് നമ്മുടെ ജീവിതം സാർത്ഥകമായി ഭവിക്കുന്നത്. ഇവിടെ പതർച്ചയില്ല, ദുർവാസാവിൻ്റെ കോപത്തിൻ്റെ മുമ്പിൽ തളർന്നില്ല, എന്തു വന്നാലും അതിനെ അതിജീവിക്കുമെന്നുള്ള കരുത്തോടുകൂടി നിൽക്കുന്ന അംബരീഷനെ നമുക്ക് വണങ്ങാം. ആ അംബരീഷൻ്റെ ഒരു പ്രതിരൂപമായി വിഷ്ണുഭക്തരായ നമുക്ക് കഴിയണം. അംബരീഷൻ്റെ വിഷ്ണുഭക്തിയിലൂടെയാണ് അത് ആർജിച്ചെങ്കിൽ നാമും വിഷ്ണുഭക്തരാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ആർജിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യം ഭാഗവതം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഭഗവത് അനുഗ്രഹ ദ്വാദശി വ്രതമെടുത്ത് ഭഗവത് അനുഗ്രഹത്തിന് വേണ്ടി ഏകാദശാദി വ്രതങ്ങളൊക്കെ എടുക്കുന്ന എല്ലാ ഭക്തന്മാരോടും പറയാനുള്ള ഒരേ ഒരു കാര്യം, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയിലും ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ള വിചാരം ഉറപ്പിച്ചു വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതാണ് അഭികാമ്യം. അതാണ് സർവശ്രേഷ്ഠവും. അല്ലെങ്കിൽ എന്തായിരിക്കും? ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് യാത്ര ചെയ്താൽ മുന്നോട്ടുള്ള കാഴ്ചകളെ, അനുഗ്രഹത്തെ, ഭഗവത് അനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കില്ല. എപ്പോഴും നമ്മൾ നോക്കുക, കണ്ണുകൾ രണ്ടും മുന്നിലേക്കാണ്, പുറകിലല്ല ഉള്ളത്. അതുപോലെ മനസ്സിനെയും മുന്നോട്ട് പായിക്കാൻ നമുക്ക് കഴിയണം. മുന്നിലുള്ള ഓരോന്നും കാഴ്ച വ്യക്തമായി കാണാൻ നമുക്ക് കഴിയണം. പല കാഴ്ചകളും നമുക്ക് വ്യക്തമല്ല. മങ്ങിയ വെളിച്ചത്തിലാണ് നമ്മൾ
ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോഴാണ് മങ്ങിയ വെളിച്ചം നമ്മുടെ മുമ്പിലുണ്ടാകുന്നത്. ആ മങ്ങിയ വെളിച്ചത്തിലാണ് പല കാഴ്ചകളും നമ്മൾ കാണുന്നത്. അവിടെയാണ് ദുരിതങ്ങളും ദുഃഖങ്ങളിലും പെട്ട് ഒരു ചുഴിയിൽപ്പെട്ട ജീവിതം പോലെ ആയിത്തീരുന്നത്. അതുകൊണ്ട് ഭക്തന്മാരായിരിക്കുന്നവർ ഭഗവാന്റെ ഭക്തിയിൽ, ഭഗവാനാകുന്ന നാവികൻ അത് ആ ഭഗവാന്റെ കപ്പലിൽ കയറി യാത്ര ചെയ്ത് മറുകര താണ്ടുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഒരു പ്രശ്നങ്ങളിലും വെറുതെ കിടന്ന് അതിനോട് പ്രതികരിച്ച് കലഹിച്ച് സ്വയം നശിക്കാണ്ട് പതറാതെ പിടിച്ചു നിൽക്കാൻ, അതിജീവിക്കാനുള്ള കരുത്തോടു കൂടിയവരായി ഭവിക്കുവാൻ നമുക്ക് സാധിക്കണം. അംബരീഷൻ അങ്ങനെ നിന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അംബരീഷനെ പോലെ ആകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സെന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നീലകണ്ഠനായി നിർമ്മലനായി വാഴും തിരുവിഴേശ മഹാദേവ, നിന്റെ തൃക്കണ്ണിലുദിക്കുന്നൊരഗ്നിയാലവിടുന്ന് പാരിന് ശാന്തി നൽകൂ, നിത്യശാന്തി നൽകൂ. സംസാര ദുരിതം വന്നെന്നെ പുണരുമ്പോൾ ശശിധര നീ എൻ്റെ രക്ഷയാകേണം. സംസാര ദുരിതം വന്നെന്നെ പുണരുമ്പോൾ ശശിധര നീ